നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കുന്ന പല സാധനങ്ങളും അത് ഏറ്റവും പ്യൂറായിരിക്കണമെന്ന് ആലോചിക്കുന്ന ആൾക്കാരാണല്ലേ. നമ്മളെന്നല്ല, ഏത് മനുഷ്യനും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം നമുക്കതിലൊരു മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമാണ് മേടിച്ചു കൊടുക്കുന്ന ഫ്രൂട്ട്സ്. എസ്പെഷ്യലി വെളിയിൽ നിന്ന് മേടിക്കുന്ന ഫ്രൂട്ട്സ്, അല്ലെ, കടയിൽ നിന്ന് മേടിക്കുന്ന പല ഫ്രൂട്ട്സിന് ഈ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഒരു ആശുപത്രി പോവുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പോകുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് പോകാറുണ്ട്, അല്ലേ. അല്ലെങ്കിൽ പ്രായമായവർക്ക്, കൊച്ചു കുട്ടികൾക്ക്, അല്ലെ, ഈവൻ പ്രസവിച്ച് എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ അമ്മയ്ക്ക് കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഫ്രൂട്ട്സാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഫ്രൂട്ട്സ് മേടിച്ച് കൊടുക്കുമ്പം ചില കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ, ഇത് ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ഫ്രൂട്ട്സിൻ്റെ കാര്യം. അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പം ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മാങ്ങയുടെ ഒരു കാര്യം. ഓക്കെ, അതിൽ 5 ദിവസം നോർമലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് റൈപ്പൻ ചെയ്തിട്ടുള്ള ഫ്രൂട്ടാണെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ചില കെമിക്കലുകൾ അതിനകത്തിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റൈപ്പാവും. ഓക്കെ, നാച്ചുറൽ മെത്തേഡ്സ് അല്ല, ചില ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങൾ. ഇപ്പം കാർബൈഡ് പോലത്തെ നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അതായത് 100 ഗ്രാം 500 ഗ്രാം അല്ലെങ്കിൽ അതേ രീതിയിൽ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ മാറ്റി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റൈപ്പനിങ്ങിൻ്റെ ആ ഒരു ഫാസ്റ്റ്, അതിൻ്റെ ആ ഒരു സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇത് പല രീതിയിൽ കടക്കാർ മാത്രമല്ല, ഈവൻ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കാര്യങ്ങളെല്ലാം കരുക്കൾ നീക്കുന്നുണ്ട്. അത് അവരുടെയും ഒരു എന്താ പറയണ്ടേ നീഡെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ. എല്ലാവരും ഒരു ബിസിനസ് എന്നുള്ള രീതിക്ക് പോകുമ്പോഴേ പലരുടെ ഹെൽത്ത് അവിടെ കോംപ്രമൈസ് ആവുകയാണ്. ഓക്കെ, കാർബൈഡ് മാത്രമല്ല, എത്തിലീനും ഇതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ വളരെ ചെറിയ അളവിലാണ് ഇത് ഉപയോഗിക്കുന്നത്, മൈക്രോഗ്രാംസിലാണ്. മറ്റേന്ന് പറയുമ്പോൾ ഗ്രാംസിലാണ്. 1 ഗ്രാം പെർ 1 കിലോ, അല്ലെങ്കിൽ 5 ഗ്രാം പെർ കിലോ, 10 ഗ്രാം പെർ കിലോ എന്നുള്ള രീതിക്ക് അത് എത്ര പെട്ടെന്ന് നമുക്ക് റൈപ്പായി കിട്ടണം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി കാർബൈഡ് ചേർക്കുന്നതിൽ വ്യത്യാസം വരുത്താറുണ്ട്. പക്ഷേ ഇതിന് 2 കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് കാർബൈഡ് നമ്മൾ ചേർക്കുന്ന, ഞാൻ പറഞ്ഞു 5 ദിവസത്തിൽ കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈപ്പ് ആകാനുള്ളത് അത് ചിലപ്പം 4 ദിവസത്തിൽ കൂടുതൽ ക്വാണ്ടിറ്റി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ഗ്രാമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് 3 ദിവസത്തിൽ കുറച്ചുകൂടെ 10 ഗ്രാം പെർ കിലോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ 2 ദിവസം എന്നുള്ള രീതിക്കൊക്കെ കഴിക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് റൈപ്പ് ആയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ നല്ല റൈപ്പായിരിക്കും, പക്ഷെ അകത്ത് ഇമ്മെച്യൂർ ആയിരിക്കും. ഓക്കെ, ബയോളജിക്കലി ഇൻആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടായിരിക്കും അത്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. അത് ഓരോന്ന് ലിസ്റ്റ് ചെയ്ത് പറയാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇതുപോലെ കാർബൈഡ് ചേർത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കാർബൈഡ് അകത്ത് ചെല്ലും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ആക്ഷൻ ഉണ്ട്, ലോങ് ടേം ആക്ഷൻ ഉണ്ട്. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ നമുക്ക് വയറിന് ഡിസ്കംഫർട്ടൊക്കെ തരും. ചിലപ്പോൾ കഴിക്കുമ്പോൾ കൂടുതൽ പുളിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മോഷൻ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാര്യങ്ങളൊക്കെ കാണിക്കാം. ചിലപ്പോൾ ആ ദിവസം അതല്ലാതെ നമുക്ക് ഈ പുളിച്ചത് കെട്ടൽ അല്ലെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ട് കാര്യങ്ങൾ, ഉറക്കക്കുറവ് കാര്യങ്ങൾ, കാരണം ഇത് കെമിക്കലല്ലേ, നമ്മുടെ ശരീരത്തിനകത്തോട്ട് ചെല്ലുക. അപ്പോൾ അങ്ങനെയൊക്കെ ചില അക്യൂട്ടായിട്ടുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ലോങ് ടേം നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കായിരിക്കും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക്, പ്രായമായിട്ടുള്ള നമ്മുടെ അച്ഛനമ്മമാർക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും, ഹോർമോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉറക്കം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എസ്പെഷ്യലി പല മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഹെൽത്ത് സംബന്ധമായിട്ട് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് മേടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഓവർ പീരീഡ് ഓഫ് ടൈം അവർക്ക് പല അസുഖങ്ങൾ വന്ന് പിടിക്കാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ മെഡിസിൻ ഇവരിലുണ്ടാക്കുന്ന ആക്ഷൻ കുറയാനായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ, സാധ്യതകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളത് കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ടുള്ളത്. അത് മാത്രമല്ല സ്ഥിരമായിട്ട് കഴിക്കരുത്. ഓക്കെ, അപ്പോൾ വേറെ കാര്യം, ഇത് പറഞ്ഞുള്ള 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നമ്മുടെ ശരീരത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ അക്യൂട്ടായിട്ട് വരുന്ന മാറ്റം, പിന്നെ ലോങ് ടേമിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലേ. പിന്നെ ഈ കാർബൈഡ് അല്ലെങ്കിൽ എത്തിലീൻ മാത്രമല്ല, ഇതിനകത്ത് പല എന്താ പറയണ്ടേ, വേറെ പെസ്റ്റൊന്നും വന്ന് കഴിക്കാതിരിക്കാനായിട്ട് ചില സ്പ്രേകൾ, കെമിക്കൽസ്, കോട്ടിങ്, വാക്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പം കളറിങ് ഏജൻറ്റ് കാണാം, അറോമ ഉണ്ടാക്കാനായിട്ട് ചില കെമിക്കൽസ് കാണാം.
ഇതൊക്കെ ഒരു വലിയൊരു ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് ജൈവമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ജൈവമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ലിമിറ്റഡായിട്ട് അത് അവൈലബിൾ ആകത്തുള്ളൂ. ഇത്ര ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എല്ലാവരും കൊണ്ട് വെച്ച് അത്ര അവൈലബിൾ ആക്കാനുള്ളത് പ്രാക്ടിക്കലല്ല അല്ലേ? നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ റോഡ് സൈഡിലേക്ക് ഇരുന്ന് വിൽക്കുന്നവർ പലപ്പോഴും വലിയ വെയിലിലാണ് ഇരിക്കുന്നത്. വെയിലിരുന്നാലും ഈ വിൽക്കാൻ വെച്ചിരിക്കുന്ന മാങ്ങയ്ക്കോ അല്ലെങ്കിൽ റംബൂട്ടാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫ്രൂട്ട്സിനോ ഇതിനൊന്നും ഒരു പ്രശ്നവും പറ്റുന്നതായിട്ട്, ഈവൻ മുന്തിരി പോലും അതൊക്കെ നല്ല ജ്യൂസി ആയിട്ട് പിന്നെയും കറക്റ്റ് അതേ രീതിയിൽ ഫ്ലേവർ റീറ്റെയിൻ ചെയ്ത് അതിൻ്റെ വെള്ളം അതുപോലെ നിന്ന് കേടാകാതെയൊക്കെയാണ് വെക്കുന്നത്. ഇതിന് പലപ്പോഴും ഈ ഈച്ചകളൊന്നും വന്ന് അതിനെ അരിക്കാറില്ല. അതൊക്കെ വേറൊരു കാര്യം. ഇതിനൊക്കെ റിപ്പല്ലൻ്റൊക്കെ അടിച്ച് വെച്ചിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇത് നമ്മുടെ ശരീരത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഞാൻ പറയേണ്ടതായിട്ടില്ല അല്ലേ? അപ്പോൾ ഇതേ സാധനം നമ്മൾ കുട്ടികൾക്ക് മേടിച്ചു കൊടുത്താൽ, പ്രഗ്നൻ്റ് ആയിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് മേടിച്ചു കൊടുത്താലോ, അല്ലേ, കൺസീവ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് കൊടുത്താലോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഹെൽത്ത് ഇമ്പ്രൂവ് ആകാനായിട്ട് മേടിച്ചു കൊടുക്കുന്നതാണെങ്കിലോ. സോ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് തീർച്ചയായിട്ടും കൊണ്ടുപോകുന്നത്. നമ്മൾ നല്ലൊരു കാര്യത്തിന് ചെയ്യുന്നത് അത് നമുക്ക് തന്നെ തിരിച്ച് പ്രശ്നമായിട്ട് വരും. അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ശരീരത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാലോ ഈവൻ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും ഒരു പക്ഷേ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഹൈപ്പർ ആക്ടിവിറ്റി വരാൻ സാധ്യതയുണ്ട്, ഉള്ളത് കൂടാനായിട്ടുള്ള സാധ്യതകൾ കാര്യങ്ങളുണ്ട്. അതുമാത്രമല്ല ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ പീരീഡ് ഓഫ് ടൈം വരാം, ഹോർമോൺ ചേഞ്ച് വരാം, അതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇതിന് കുറച്ച് പരിഹാരങ്ങളുണ്ട്. ഓക്കെ, അക്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമുക്കിപ്പോൾ ഹോമിയോയിൽ മെഡിസിൻസ് ഉണ്ട്. നെക്സ്പോം, ലൈക്കോപോഡിയൻ, കാർബോയിക്ക, പ്രൊബൈന, സൾഫർ, ഫോസ്ഫറസ് പോലത്തെ മെഡിസിൻസ് ഉണ്ട്. അതിൻ്റെ 30 പൊട്ടൻസിയിൽ മേടിച്ചിട്ട് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള റെപ്പറ്റീഷനാണ് സാധാരണ ചെയ്യുന്നത്. അതിൻ്റെ സിംറ്റംസ് അനുസരിച്ച് കൺസൾട്ടേഷനിലൂടെ തീർച്ചയായും കൃത്യമായിട്ടുള്ള സിംറ്റംസ് അനുസരിച്ച് മെഡിസിൻ കഴിക്കുക. നല്ല മാറ്റങ്ങൾ, പെട്ടെന്നുള്ള മാറ്റങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്നതാണ്. ലോങ് ടേം ആയിട്ടുള്ള പ്രശ്നത്തിനായിട്ടുള്ള പരിഹാരമുണ്ട്. പക്ഷേ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ ഇനി പ്രിവെൻറ്റ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ തീരെ മേടിക്കേണ്ടതല്ല. വല്ലപ്പോഴും നമ്മൾ മേടിച്ച് കഴിച്ചു വെച്ച് കുഴപ്പമില്ല. പക്ഷേ മാക്സിമം നമ്മൾ സീസണലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഓക്കെ, കടയിൽ മേടിക്കേണ്ടതല്ല, സീസണലായിട്ടുള്ള ഭക്ഷണങ്ങൾ മേടിക്കുക. മാമ്പഴക്കാലത്ത് മാമ്പഴം മേടിച്ച് കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സീസണലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ചേർക്കുന്ന അഡൾട്രേഷൻ തീർച്ചയായിട്ടും നമുക്ക് കുറയ്ക്കാൻ പറ്റും. കൂടുതലായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസും പലപ്പോഴും എക്കണോമിക്കലായിരിക്കും. ഓക്കെ, അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ചെല്ലുന്ന ഈ ഒരു എന്താ പറയണ്ടേ കെമിക്കൽ ലോഡ് കുറവായിരിക്കും. അത് നമ്മുടെ ലിവർ, കിഡ്നി, ബ്രെയിന്, വയറ് എല്ലാത്തിനും തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും, നല്ലതാണ്. ഇങ്ങനത്തെ സീസണലായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തുമായിട്ട് അല്ലേ, നമ്മൾ നാച്ചുറലായിട്ട് സ്ഥലത്ത് നിൽക്കുകയാണ്. ആ സ്ഥലത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫ്രൂട്ട്സാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അത് കഴിക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ശരീരവും അതിനനുസരിച്ച് ഡെവലപ്പാവും, സ്റ്റാർട്ട് ചെയ്യും. ഈ കാര്യങ്ങൾ തീർച്ചയായും ഇതാണ് ഇതിൻ്റെ ശാശ്വതമായിട്ടുള്ള മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് അടുക്കളത്തോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ കുറേയൊക്കെ കാര്യങ്ങൾ, വെജിറ്റബിൾസ് എടുക്കാൻ പറ്റും, ഇലക്കറികൾ എടുക്കാൻ പറ്റും, ഫ്രൂട്ട്സ് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. സോ ഇതാണ് അതിൻ്റെ ഒരു പരിഹാരം നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം അല്ലേ. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. നിങ്ങൾ ഫ്രൂട്ട്സ് പലർക്കും മേടിച്ച് കൊടുക്കാറുണ്ടാവും. ലാസ്റ്റ് ഏത് ഫ്രൂട്ടാണ് ആർക്കാണ് മേടിച്ച് കൊടുത്തത് തീർച്ചയായും നിങ്ങൾ കമൻസിൽ താഴെ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ കുട്ടികൾക്ക് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രൂട്ട്സ് കൊടുക്കാറുണ്ടോ, ഉണ്ടെങ്കിൽ ഏത് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. നമുക്ക് നോക്കാം.